തനതായ ആലാപന ശൈലിയിലൂടെ ജനമനസ്സുകളിൽ ശ്രദ്ധേയമായ സ്ഥാനം നേടിയ ഗായകൻ VC ചന്ദ്രന്റെ സ്മരണാർത്ഥം അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. This news brought to you by Pleasant Holiday in Homestay. ശാന്തസുന്ദരമായ താമസ സൗകര്യവും സ്വന്തം ഫിഷ് ഫാമിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരു അനുഭവവും നിങ്ങൾക്ക് തരുന്നു. Pleasant Holiday in Homestay, പെരുമാൾപ്പടി ഈസ്റ്റ്, വൈപ്പിൻ. ചുരുങ്ങിയ കാലയളവിൽ തന്നെ തനതായ ആലാപന ശൈലിയിലൂടെ ജനമനസ്സുകളിൽ ശ്രദ്ധേയമായ സ്ഥാനം നേടിയ ഗായകൻ VC ചന്ദ്രന്റെ സ്മരണാർത്ഥം മാലിപ്പുറം അജന്ത കമ്മ്യൂണിറ്റി ഹാളിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. VK ലാലൻ സ്വാഗതം ആശംസിച്ചു. എളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KS രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കരാട്ടെ അഭ്യസിപ്പിക്കുന്ന അധ്യാപകനായി അദ്ദേഹത്തെ ഞാൻ കണ്ടു. നീതി നടപ്പാക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി നമുക്ക് ദീർഘനാൾ അദ്ദേഹത്തെ കാണുവാൻ കഴിയും. അതിനുശേഷം അദ്ദേഹം കാർഷിക രംഗത്ത് തന്റെ വൈഭവം തെളിയിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ ഒരു സംഘത്തെ രൂപപ്പെടുത്തുകയും ആ സംഘത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം കൃഷി ചെയ്യുന്ന ഇടവും അതുപോലെ തന്നെ അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരിൽ കാർഷിക വാസനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ഇടപെടൽ അദ്ദേഹം നടത്തി. PKS എളകുന്നപ്പുഴ ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് KK വിജയൻ അധ്യക്ഷത വഹിച്ചു. അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കരോക്കെ ഗാന മത്സരത്തിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യാതിഥികളായ സിനിമാ താരം പൗളി വത്സൻ, ടെലിവിഷൻ താരം മനോജ് ഗിന്നസ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. അനിൽ പ്ലാവ്യൻസ്, TC ചന്ദ്രൻ, MA ബാലചന്ദ്രൻ, ഡോക്ടർ PS രഘുത്തമൻ, പോൾ കണ്ണായത്ത്, ജയ്മോൻ ആക്കനത്ത്, ജോസഫ് മധുരപ്പിള്ളി, സോയ മോഹൻ, VK സമ്പത്ത്, റംലത്ത് ടീച്ചർ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, ഞാറക്കൽ. അച്ഛൻ കരിങ്കൽ തൊഴിലാളിയാണ്. എൻ്റെ വീടിന് ചുറ്റും ഒരുപാട് ഫാക്ടറികളുണ്ട്. ഈ സ്കൂൾ കൂടുതൽ ഈ ഫാക്ടറികളിൽ എൻ്റെ സുഹൃത്തുക്കളെല്ലാം 2 മാസത്തെ ഷെഡ്യൂൾ വർക്കിന് കയറുമ്പോൾ അവർ 80,000 50,000 രൂപയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരെ എറണാകുളത്തേക്ക് ബസ് കയറി മറൈൻഡ്രൈവിലേക്കൊക്കെ വന്നെങ്കിൽ മിമിക്രി എന്നുള്ള ചിന്ത കൊണ്ട് നടന്ന് പണ്ട് നമ്മുടെ നാട്ടിൽ കാസറ്റ് കടകളുണ്ട്. ഈ കാസറ്റ് കടകളിൽ മിമിക്രിയുടെ കാസറ്റുകൾ ഇടും. അത് കേട്ടാണ് ഞാൻ മിമിക്രിക്കാരനാകാൻ ശ്രമിച്ചത്. ആരുടെ കാസറ്റ് കേട്ടാണോ ഞാൻ മിമിക്രിക്കാരനാകാൻ ശ്രമിച്ചത് അവരുടെ ഗ്രൂപ്പിലെ മെയിൻ കലാകാരനായിട്ട് എനിക്ക് അവസാനം മാറാൻ സാധിച്ചു എന്നുള്ളതാണ്.